ഏവർക്കും ആൽബിൻസ് മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്റഗ്രൽസ് എന്ന ചാപ്റ്ററിന്റെ ആദ്യ എപ്പിസോഡിൽ ചില സ്റ്റാൻഡേർഡ് ഇന്റഗ്രൽസ് പരിചയപ്പെടുത്തി, ഒപ്പം ചില ഫോർമുലാസും. ആ 20 ഫോർമുലാസ് നിങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ആദ്യ എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ ആ എപ്പിസോഡ് കണ്ടതിന് ശേഷം മാത്രം ഈ സെക്കൻഡ് എപ്പിസോഡ് കാണുക. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ആ 20 ഫോർമുലാസ് യൂസ് ചെയ്ത പ്രോബ്ലംസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. സോ തീർച്ചയായും ആ ഫോർമുലാസ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് മെത്തേഡ്സ് ഓഫ് ഇന്റഗ്രേഷൻ അല്ലെ. ഡിഫറെന്റ് മെത്തേഡ്സ് നമുക്ക് പരിചയപ്പെടാനുണ്ട്. ഈ മെത്തേഡ്സിനെ ഞാൻ ഒരു 10 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓരോ ടൈപ്പ് ബൈ ടൈപ്പായിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ ഈസി ആയിട്ട് ഇന്റഗ്രേഷൻ ചെയ്യാൻ സാധിക്കും. വ്യക്തമായി ഓരോ ടൈപ്പും തിരിച്ചറിഞ്ഞ് പഠിക്കുക, ഐഡന്റിഫൈ ചെയ്ത് പഠിക്കുക. എങ്കിൽ ഈസി ആയിട്ട് എക്സാമിനേഷന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ടൈപ്പ് 1, ഒന്നാമത്തെ ടൈപ്പ് ഡയറക്റ്റ് ഇന്റഗ്രേഷൻ. ഡയറക്റ്റ് ആയിട്ട് ഇന്റഗ്രേഷൻ ചെയ്യുന്നു, വേറെ ഒന്നുമില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച ഫോർമുലാസ് അപ്ലൈ ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് ഇന്റഗ്രേഷൻ ചെയ്യുന്നു. അതാണ് നമ്മൾ ആദ്യത്തെ ടൈപ്പായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ടെക്സ്റ്റിലെ ആദ്യത്തെ എക്സസൈസിലെ പ്രോബ്ലംസ് ആണ് ഈ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഇന്റഗ്രൽ x റൈസ് ടു 5 dx. നിങ്ങൾക്കറിയാം ഫോർമുല. ഇന്റഗ്രൽ x റൈസ് ടു n ആണെങ്കിൽ x റൈസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1. പവർ ഒന്ന് കൂട്ടുക അല്ലെ. x റൈസ് ടു 5 ന്റെ ഇന്റഗ്രൽ പവർ ഒന്ന് കൂട്ടുക 6 ബൈ ആ സെയിം നമ്പർ പ്ലസ് c. വെരി സിമ്പിൾ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഇന്റഗ്രൽ 3x സ്ക്വയർ dx. പ്രോപ്പർട്ടി കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷൻ ഓഫ് എക്സ് വന്നാൽ കോൺസ്റ്റന്റ് ഔട്ട്സൈഡ് എടുക്കുക, ഫംഗ്ഷനെ മാത്രം ഇന്റഗ്രേഷൻ ചെയ്യുക. ഈക്വൽ ടു ഔട്ട്സൈഡ് ഉള്ള കോൺസ്റ്റന്റ് അതുപോലെ. വാട്ട് ഈസ് ഇന്റഗ്രൽ എക്സ് സ്ക്വയർ? നിങ്ങൾക്കറിയാം, പവർ ഒന്ന് കൂട്ടുക എക്സ് സ്ക്വയർ, പവർ ഒന്ന് കൂട്ടുമ്പോൾ എക്സ് ക്യൂബ് ബൈ ആ നമ്പർ അതുപോലെ ഡിവൈഡ് ചെയ്യുക. എക്സ് റൈസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1. അതാണ് ഫോർമുല. 3 ക്യാൻസൽ ചെയ്തു, എന്ത് കിട്ടി? എക്സ് ക്യൂബ് പ്ലസ് സി. അത് മറന്നു പോകരുത്. ആഫ്റ്റർ ഇന്റഗ്രേഷൻ we have to add a constant called a constant of integration. Next, what is integral x raised to 5 by 2 plus 3 dx. രണ്ട് ടേം ഉള്ളത് കൊണ്ട് ബ്രാക്കറ്റ് കൊടുക്കുന്നു. പ്ലസോ മൈനസോ വന്നാൽ ഓരോ ടേം സെപ്പറേറ്റ് ചെയ്ത് ഇന്റഗ്രേഷൻ ചെയ്യാം. സോ ഇന്റഗ്രൽ x raised to 5 by 2 dx plus നെക്സ്റ്റ് ടൈം എന്താണ്? 3 ഇന്റഗ്രൽ 3 dx ഈക്വൽ ടു വാട്ട് ഈസ് ഇന്റഗ്രൽ ഓഫ് ദിസ് ടേം? x റൈസ് ടു n. എന്താണ് ഫോർമുല? x റൈസ് ടു n പ്ലസ് 1. പവർ ഒന്ന് ആഡ് ചെയ്യുക. 5 by 2 പ്ലസ് 1 അറിഞ്ഞൂടാത്ത ഒരു സൈഡിൽ സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. 5 by 2 പ്ലസ് 1 2 പ്ലസ് 5 7 by 2 എന്ന് കിട്ടും. x റൈസ് ടു 7 by 2 ബൈ ആ ടേം അതുപോലെ ഡിവൈഡ് ചെയ്യുക. x raised to 5 by 2 ന്റെ ഇന്റഗ്രൽ x raised to 7 by 2 by 7 by 2 പ്ലസ് 3 യുടെ ഇന്റഗ്രൽ കോൺസ്റ്റന്റ് വന്നാൽ ഇന്റഗ്രൽ കോൺസ്റ്റന്റ് ഇൻറ്റു x. സോ 3 dx. ഇന്റഗ്രൽ 3 dx എന്താണ്? 3x പ്ലസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് c. വേണമെങ്കിൽ ഈ 2 മേളിൽ എഴുതാം. 2x 2 ഇൻറ്റു x raised to 7 by 2 by 7 പ്ലസ് 3x പ്ലസ് c എന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഇന്റഗ്രൽ 2x minus 3 cos x plus e raised to x dx. ഈ ഫംഗ്ഷൻ പ്ലസും മൈനസും മിക്സ് ചെയ്തിരിക്കുകയാണ് അല്ലെ. അതിനെ നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ചെയ്യാം യൂസിങ് പ്രോപ്പർട്ടീസ്. സോ എന്തെഴുതാം ഇതിനെ? ഫസ്റ്റ് ഓഫ് ഓൾ ഇന്റഗ്രൽ ഫസ്റ്റ് ടൈം 2x dx മൈനസ് നെക്സ്റ്റ് ടൈം 3 cos x ഇന്റഗ്രൽ 3 cos x dx പ്ലസ് നെക്സ്റ്റ് ടൈം e raised to x. അവിടെയും ഇന്റഗ്രേഷൻ കൊടുക്കുക. ഇങ്ങനെ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോളൂ, നോ പ്രോബ്ലം. ഈക്വൽ ടു പറഞ്ഞോളൂ. ഫസ്റ്റ് ടേമിന്റെ ഇന്റഗ്രൽ വീണ്ടും 2 കോൺസ്റ്റന്റ് മാറ്റി വെക്കുക. 2 കോൺസ്റ്റന്റ് ഔട്ട്സൈഡ് എടുത്തു. എക്സിന്റെ ഇന്റഗ്രൽ x എന്ന് പറഞ്ഞാൽ x റൈസ് ടു 1 പവർ ഒന്ന് കൂട്ടണം x സ്ക്വയർ ബൈ 2. ശരിയല്ലേ? സിമ്പിൾ ഇന്റഗ്രേഷൻ. എക്സിന്റെ ഇന്റഗ്രൽ x സ്ക്വയർ ബൈ 2. അടുത്ത് മൈനസ് ഇന്റഗ്രൽ 3 cos x. 3 കോൺസ്റ്റന്റ് മാറ്റി വെച്ചു. വാട്ട് ഈസ് ഇന്റഗ്രൽ cos x? cos x ന്റെ ഇന്റഗ്രൽ ഫോർമുല അറിയണം, വിട്ടുവീഴ്ചയില്ല. cos x ന്റെ ഇന്റഗ്രൽ sin x പ്ലസ് sin x ആണ്, ഓർക്കുക.
Next plus what is integral e raised to x? That is simply എന്താണ് e raised to x. e raised to x ന്റെ integral e raised to x plus integration constant c. 2 ഉം 2 വേണമെങ്കിൽ ക്യാൻസൽ ചെയ്താൽ എന്തായി ആൻസർ ആയി. സിമ്പിൾ അല്ലേ? ഇത്രയേ ഉള്ളൂ. Next question. Find integral 2x square minus 3 sin x plus 5 root x dx. പ്ലസും മൈനസും ആണ് സെപ്പറേറ്റ് ചെയ്ത് ഇന്റഗ്രേഷൻ ചെയ്യാം. 1/1 ആയിട്ട് ചെയ്യാം. ഇനി ഞാൻ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എഴുതുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഇന്റഗ്രേറ്റ് 2x square. 2 കോൺസ്റ്റന്റ് മാറ്റി വെച്ചു. വാട്ട് ഈസ് ഇന്റഗ്രൽ x square? പവർ ഒന്ന് കൂട്ടണം. x ക്യൂബ് ബൈ എന്താണ് 3 മൈനസ് ഇന്റഗ്രൽ 3 sin x. 3 കോൺസ്റ്റന്റ് മാറ്റി വെച്ചു. വാട്ട് ഈസ് ഇന്റഗ്രൽ sin x? sin x ന്റെ ഇന്റഗ്രൽ മൈനസ് cos x. ആ മൈനസും ഈ മൈനസും കൂടെ പ്ലസ് cos x എന്ന് എഴുതാം. പ്ലസ് നെക്സ്റ്റ് വി ഹാവ് ടു ഇന്റഗ്രേറ്റ് 5 റൂട്ട് x. 5 കോൺസ്റ്റന്റ് ഔട്ട്സൈഡ് എടുക്കുക. ഇന്റഗ്രൽ റൂട്ട് x. റൂട്ട് x ന്റെ ഇന്റഗ്രൽ ഫോർമുല എഴുതി തന്നിട്ടുണ്ട്. റൂട്ട് x മീൻസ് x റൈസ് ടു 1/2. അതിന്റെ ഇന്റഗ്രൽ എന്താണ്? പവർ ഒന്ന് കൂട്ടണം. x റൈസ് ടു 3/2 ബൈ എന്താണ് 3/2. ആ 2 വേണമെങ്കിൽ മേളിൽ എഴുതാം. തൽക്കാലം ഞാൻ അവിടെ തന്നെ എഴുതും. പ്ലസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് c. അത് മറന്നു പോകരുത്. ഇനി ചെറിയ സിംപ്ലിഫിക്കേഷൻ ഒക്കെ വേണമെങ്കിൽ ചെയ്യാം. ഇല്ല എങ്കിൽ ഇത്രയും എഴുതിയാൽ മതി. Question. Find integral ax square plus bx plus c where a, b, c are constants. അപ്പോൾ ഒറ്റയടിക്ക് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താം. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്റഗ്രൽ ax square. a കോൺസ്റ്റന്റ് മാറ്റി വെച്ചു. x സ്ക്വയറിന്റെ ഇന്റഗ്രൽ പവർ ഒന്ന് കൂട്ടുക. x ക്യൂബ് ബൈ 3 പ്ലസ് നെക്സ്റ്റ് എന്താണ് ഇന്റഗ്രൽ bx. b കോൺസ്റ്റന്റ് മാറ്റി വെച്ചു. വാട്ട് ഈസ് ഇന്റഗ്രൽ x? x ന്റെ ഇന്റഗ്രൽ പവർ ഒന്ന് കൂട്ടണം. x സ്ക്വയർ ബൈ ആ സെയിം നമ്പർ ആ കോൺസ്റ്റന്റ് ഡിവൈഡ് ചെയ്യണം 2 പ്ലസ് വാട്ട് ഈസ് ഇന്റഗ്രൽ c? എന്താണ് കൺഫ്യൂഷൻ ആയത്? ഇന്റഗ്രൽ c dx. അതല്ലേ ലാസ്റ്റ് ടൈം ഇന്റഗ്രൽ c dx അല്ലേ? c കോൺസ്റ്റന്റ് പുറത്തെടുത്താൽ ഇന്റഗ്രൽ 1 dx. ഇന്റഗ്രൽ 1 dx x. ആൻസർ എന്ത് കിട്ടും? cx. അല്ലെങ്കിൽ ഒരു എളുപ്പവഴി പറഞ്ഞു ഇന്റഗ്രൽ k dx. ഫോർമുല എന്താണ്? kx. അതേപോലെ ഇന്റഗ്രൽ c dx. ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് എന്താ എഴുതാം? cx എന്ന് എഴുതാം. പ്ലസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് മാറിപ്പോകരുത്. ഇവിടുത്തെ എ ബി സി സ്മോൾ ലെറ്റേഴ്സ്. ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് ക്യാപിറ്റൽ സി. പ്രശ്നമുണ്ടെങ്കിൽ സി ഡാഷ് എന്ന് കൊടുത്തോളൂ. അതൊന്നും ഒരു വിഷയമല്ല. നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി ആ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ സി എന്ന് തന്നെ കൊടുക്കണമെന്നില്ല. കെ എന്ന് കൊടുക്കാം, സി ഡാഷ് എന്ന് കൊടുക്കാം, c1 എന്ന് കൊടുക്കാം, എന്ത് വേണോ കൊടുക്കാം. ഓക്കെ, സോ ക്ലിയർ. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഇന്റഗ്രൽ x സ്ക്വയർ ഇൻറ്റു 1 മൈനസ് x സ്ക്വയർ. x സ്ക്വയർ ഇൻറ്റു 1 മൈനസ് x സ്ക്വയർ. വളരെ സിമ്പിൾ ആണ്. പ്രോഡക്റ്റുകൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സിംപ്ലിഫൈ ചെയ്യുക. നിങ്ങൾക്കറിയാം ഇന്റഗ്രൽ ഈ x സ്ക്വയർ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. x സ്ക്വയർ 1 മൾട്ടിപ്ലൈ ചെയ്താൽ x സ്ക്വയർ. നെക്സ്റ്റ് മൈനസ് x റൈസ് ടു 4 dx. ചെറിയ ഒരു സിംപ്ലിഫിക്കേഷൻ ചെയ്തു. x സ്ക്വയർ ഇൻറ്റു 1 x സ്ക്വയർ. നെക്സ്റ്റ് മൈനസ് x റൈസ് ടു 4. ഇന്റഗ്രേഷൻ നിങ്ങൾ പറയും. x സ്ക്വയറിന്റെ ഇന്റഗ്രൽ പവർ ഒന്ന് കൂട്ടുക. x ക്യൂബ് ബൈ 3 മൈനസ് x റൈസ് ടു 4 ന്റെ ഇന്റഗ്രൽ പവർ ഒന്ന് കൂട്ടുക. x റൈസ് ടു 5 ബൈ 5 പ്ലസ് എന്താണ് c. സിമ്പിൾ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് 9ാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഇന്റഗ്രൽ റൂട്ട് x മൈനസ് 1 ബൈ റൂട്ട് x ദ ഹോൾ സ്ക്വയർ. വീണ്ടും സിംപ്ലിഫിക്കേഷൻ, വേറെ ഒന്നുമില്ല. ഈക്വൽ ടു ഇന്റഗ്രൽ നിങ്ങൾക്കറിയാം a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. a റൂട്ട് x, b എന്താണ് 1 ബൈ റൂട്ട് x. a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ a സ്ക്വയർ റൂട്ട് x ന്റെ സ്ക്വയർ x മൈനസ് 2 ഇൻറ്റു a ഇൻറ്റു b. a എന്ന് പറഞ്ഞാൽ റൂട്ട് x, b എന്ന് പറഞ്ഞാൽ 1 ബൈ റൂട്ട് x പ്ലസ് b സ്ക്വയർ 1 ബൈ റൂട്ട് x ന്റെ സ്ക്വയർ ദാറ്റ് ഈസ് 1 ബൈ x. പിന്നെ എന്തുണ്ട്? dx. ബ്രാക്കറ്റ് വേണമെങ്കിൽ കൊടുത്തോളൂ. ഞാൻ എന്താ ചെയ്തേ? a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ യൂസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്തു. a സ്ക്വയർ മൈനസ് 2ab പ്ലസ് b സ്ക്വയർ. സിമ്പിൾ സിംപ്ലിഫിക്കേഷൻ. ഇന്റഗ്രൽ ആദ്യത്തെ x അതുപോലെ മൈനസ് റൂട്ട് x ക്യാൻസൽ ചെയ്താൽ 2 പ്ലസ് 1 ബൈ x dx. ഇനി ഫോർമുല. What is integral x dx? ആദ്യത്തെ ടേമിന്റെ ഇന്റഗ്രൽ x സ്ക്വയർ ബൈ 2. x means x raised to 1 പവർ ഒന്ന് കൂട്ടുക. x സ്ക്വയർ ബൈ 2 മൈനസ് what is integral 2 dx? k വന്നാൽ kx, 2 വന്നാൽ 2x, അത്രേ ഉള്ളൂ. പ്ലസ് what is integral 1 by x? ഫോർമുല log mod x പ്ലസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് c. ശരിയല്ലേ? ക്വസ്റ്റ്യൻ. ഫൈൻഡ്
ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ ഡി എക്സ്. സിമ്പിൾ. ആദ്യം എന്ത് ചെയ്യുക? സിംപ്ലിഫിക്കേഷൻ എന്തെങ്കിലും പറ്റുമെങ്കിൽ അത് ചെയ്യുക. അതാണ് ചെയ്യേണ്ടത് ആദ്യം. സോ എക്സ് സ്ക്വയർ അകത്തോട്ട് എക്സ്പാൻഡ് ചെയ്താൽ എക്സ് സ്ക്വയർ ഇൻറ്റു 1 എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ 1 ബൈ എക്സ് സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. സംഗതി കഴിഞ്ഞില്ലേ? ഇത്രയേ ഉള്ളൂ അല്ലേ? എക്സ് സ്ക്വയർ ഇൻറ്റു 1 എക്സ് സ്ക്വയർ. അടുത്ത എക്സ് സ്ക്വയറും ഈ 1 ബൈ എക്സ് സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്താൽ 1 എന്ന് കിട്ടും. ഇനി സിമ്പിൾ ഇന്റഗ്രേഷൻ ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ പവർ ഒന്ന് കൂട്ടണം എക്സ് ക്യൂബ് ബൈ 3 മൈനസ് 1 ന്റെ ഇന്റഗ്രൽ 1 dx that is x plus integration constancy which is the answer. Simple അല്ലേ? അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഇന്റഗ്രൽ റൂട്ട് എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് ഡി എക്സ്. പറഞ്ഞോളൂ. റൂട്ട് എക്സ് ഇൻറ്റു 1 എന്താണ്? ഇന്റഗ്രൽ സിംപ്ലിഫിക്കേഷൻ. റൂട്ട് എക്സ് ഇൻറ്റു 1 റൂട്ട് എക്സ് മൈനസ് റൂട്ട് എക്സും എക്സും മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? അതറിയണം. റൂട്ട് എക്സ് ഇൻറ്റു എക്സ്. റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു 1/2 എന്നാണ്. ഇൻറ്റു എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു 1/2. എക്സ് റൈസ് ടു എം ഇൻറ്റു എക്സ് റൈസ് ടു എൻ എന്താണ്? എക്സ് റൈസ് ടു എം പ്ലസ് എൻ. പവേഴ്സ് ആഡ് ചെയ്യണം അല്ലേ? 1 ഉം 1/2 ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 3/2. സോ റൂട്ട് എക്സും എക്സും മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് റൈസ് ടു എന്ത് കിട്ടും? 3/2. ദെൻ ഡി എക്സ്. ഇന്റഗ്രേഷൻ അല്ല ഞാൻ ചെയ്തത്, സിംപ്ലിഫിക്കേഷൻ. റൂട്ട് എക്സ് ഇൻറ്റു 1 റൂട്ട് എക്സ് മൈനസ് റൂട്ട് എക്സും എക്സും മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇത് കിട്ടി. ഇനി ഡയറക്റ്റ് ഫോർമുല. റൂട്ട് എക്സിന്റെ ഇന്റഗ്രൽ ഡയറക്റ്റ് ഫോർമുല എക്സ് റൈസ് ടു 3/2 ബൈ 3/2 മൈനസ് ഇവന്റെ ഇന്റഗ്രൽ എക്സ് റൈസ് ടു എൻ എന്താണ്? പവർ ഒന്ന് കൂട്ടണം n പ്ലസ് 1 എക്സ് റൈസ് ടു 3/2 പ്ലസ് 1 3/2 പ്ലസ് 1 എന്ത് കിട്ടും? 5/2. എക്സ് റൈസ് ടു 5/2 ബൈ ആ സെയിം കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ 5/2 എക്സ് റൈസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1 അതാണ് ഫോർമുല. പ്ലസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് സി. വേണമെങ്കിൽ ഈ 2 ന്യൂമറേറ്ററിലാക്കി എഴുതാം. ഇവിടെയും 2 ന്യൂമറേറ്ററിലാക്കി എഴുതാം. നിർബന്ധമൊന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഇന്റഗ്രൽ x cube plus 5x square minus 4 divided by x square dx is equal to മേളിലും ഫംഗ്ഷൻ ഓഫ് എക്സ് താഴെയും ഫംഗ്ഷൻ ഓഫ് എക്സ്. കോഷ്യന്റ് റൂൾ എന്ന ചിന്തയൊന്നും വേണ്ട. തൽക്കാലം അതൊന്നും ഇല്ലേ താനും അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? സിംപ്ലിഫൈ ചെയ്യണം. ഈ ഫംഗ്ഷനെ സിംപ്ലിഫിക്കേഷൻ എങ്ങനെ നടത്താം? വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്കറിയാം a plus b by c ആണെങ്കിൽ that can be written as a by c plus b by c എന്ന് എഴുതിക്കൂടെ? എഴുതാം. സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അതനുസരിച്ച് ഇവിടെ എങ്ങനെ എഴുതാം? പറ. ഇന്റഗ്രൽ എക്സ് ക്യൂബ് ബൈ എക്സ് സ്ക്വയർ. ഞാൻ അങ്ങനെ ഒരു സ്റ്റെപ്പ് തന്നെ എഴുതാം. എക്സ് ക്യൂബ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് അടുത്ത് വീണ്ടും 5x സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ മൈനസ് അടുത്തെന്താണ്? 4 ബൈ എക്സ് സ്ക്വയർ. ദെൻ എന്താണ്? dx. ഞാൻ ചെയ്ത സ്റ്റെപ്പ് എന്താണെന്ന് പിടികിട്ടിയോ? ഈ എക്സ് സ്ക്വയർ കൊണ്ട് ഓരോ ടേമിനെയും ഡിവൈഡ് ചെയ്ത് അവിടെ എഴുതി. ഈക്വൽ ടു ഇന്റഗ്രൽ എന്ത് കിട്ടും? പറ. എക്സ് ക്യൂബ് ബൈ എക്സ് സ്ക്വയർ എക്സ് കിട്ടും പ്ലസ് നെക്സ്റ്റ് എക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്താൽ 5 മൈനസ് അതൊന്നും ചെയ്യണ്ട 4 ബൈ എക്സ് സ്ക്വയർ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ dx. ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഇന്റഗ്രൽ എക്സ് dx എന്താണ്? എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് 5 ന്റെ ഇന്റഗ്രൽ 5x. നെക്സ്റ്റ് ഇന്റഗ്രൽ മൈനസ് 4 ബൈ എക്സ് സ്ക്വയർ മൈനസ് 4 കോൺസ്റ്റന്റ് മാറ്റി വെച്ചു. ബാക്കി എന്തുണ്ട്? 1 ബൈ എക്സ് സ്ക്വയർ. ഇവന്റെ ഇന്റഗ്രൽ എന്താണ്? ഫോർമുല നിങ്ങൾക്കറിയാം, അറിയണം. മൈനസ് 1 ബൈ എക്സ്. ഇന്റഗ്രൽ 1 ബൈ എക്സ് സ്ക്വയർ എന്താണ്? മൈനസ് 1 ബൈ എക്സ്. അപ്പൊ എന്ത് വരും? ഇൻറ്റു മൈനസ് 1 ബൈ എക്സ്. ആ മൈനസും ഈ മൈനസും പ്ലസ് 1 ബൈ എക്സ്. അതിനെ 4 ബൈ എക്സ് എന്ന് എഴുതിയാൽ പോരെ? കഴിഞ്ഞില്ലേ ഇന്റഗ്രേഷൻ? പ്ലസ് സി എന്ന് കൊടുക്കാം. നേരത്തെ പറഞ്ഞു 1 ബൈ എക്സ് സ്ക്വയർ ഡയറക്റ്റ് ഫോർമുല ഉണ്ട്. അല്ലെങ്കിൽ ഇന്റഗ്രൽ 1 ബൈ എക്സ് സ്ക്വയറിന് എന്ത് എഴുതാം? എക്സ് റൈസ് ടു മൈനസ് 2. പിന്നെ എന്താണ്? എക്സ് റൈസ് ടു എന്നിന്റെ ഫോർമുല യൂസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താലും ഈ ആൻസറിലേക്ക് എത്താം. ഓക്കെ, നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ മെത്തേഡ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ പ്രോബ്ലം കഴിഞ്ഞു. നെക്സ്റ്റ് പ്രോബ്ലം കുറച്ച് സിംപ്ലിഫിക്കേഷൻ ഉണ്ട്. ഫൈൻഡ് ഇന്റഗ്രൽ എക്സ് ക്യൂബ് പ്ലസ് 3x പ്ലസ് 4 ബൈ റൂട്ട് എക്സ് dx. വീണ്ടും അതേ പ്രൊസീജിയർ, സ്പ്ലിറ്റ് ചെയ്യണം. ഇന്റഗ്രൽ സ്റ്റെപ്പ് എഴുതി ചെയ്യാം. എക്സ് ക്യൂബ് ബൈ റൂട്ട് എക്സ്. ഈ റൂട്ട് എക്സ് കൊണ്ട് ഓരോ ടേമിനെ ഡിവൈഡ് ചെയ്യാം. പ്ലസ് നെക്സ്റ്റ് 3x ബൈ റൂട്ട് എക്സ് പ്ലസ് 4 ബൈ റൂട്ട് എക്സ്. ദെൻ എന്താണ്? dx ഈക്വൽ ടു ഇന്റഗ്രൽ
നിങ്ങൾക്കറിയാം, വീണ്ടും എല്ലാം നിങ്ങൾക്കറിയാം. എക്സ് റൈസ് ടു എം ബൈ എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ ലോ ഓഫ് ഇൻഡിസസ് എക്സ് റൈസ് ടു എം മൈനസ് എൻ എന്ന് എഴുതാം. എക്സ് റൈസ് ടു എം ബൈ എക്സ് റൈസ് ടു എൻ എന്ന് എഴുതാം, എക്സ് റൈസ് ടു എം മൈനസ് എൻ. എങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു 1/2. അപ്പോൾ എക്സ് റൈസ് ടു എന്താണ്? ആക്ച്വലി അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. എക്സ് ക്യൂബ് ബൈ എക്സ് റൈസ് ടു എന്താണ്? 1/2 അല്ലേ? ഇത് പവർ 3, ഇവിടെ പവർ 1/2. അപ്പൊ നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. 3 മൈനസ് 1/2 എന്ത് കിട്ടും? അതല്ലേ എക്സ് റൈസ് ടു എം ബൈ എക്സ് റൈസ് ടു എൻ, എക്സ് റൈസ് ടു എം മൈനസ് എൻ. 3 മൈനസ് 1/2, 2 into 3 6, 6 മൈനസ് 1 5/2 എന്ന് കിട്ടും. പണി കഴിഞ്ഞു. പ്ലസ് 3x ബൈ റൂട്ട് എക്സ്. ഈ എക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എന്നാണ് കേട്ടോ. അപ്പോ എക്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് എക്സിന്റെ റൂട്ട് എക്സ്. അപ്പൊ ഈ എക്സിന്റെ പ്ലേസിൽ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ്. ഒരു റൂട്ട് എക്സ് ക്യാൻസൽ ചെയ്താൽ പിന്നെ എന്തുണ്ട്? 3 റൂട്ട് എക്സ് പ്ലസ് അതൊന്നും ചെയ്യണ്ട, അതുപോലെ വെച്ചിരുന്നോ 4 ബൈ റൂട്ട് എക്സ് ഡി എക്സ്. ഇനി ഡയറക്റ്റ് ഫോർമുല ഈക്വൽ ടു വാട്ട് ഈസ് ഇന്റഗ്രൽ എക്സ് റൈസ് ടു 5/2. പവർ ഒന്ന് കൂട്ടണം. എക്സ് റൈസ് ടു 5/2 പ്ലസ് 1 ദാറ്റ് ഈസ് 7/2 ബൈ 7/2 പ്ലസ് 3 ഇൻറ്റു കോൺസ്റ്റന്റ് മാറ്റി വെച്ചു ഇന്റഗ്രൽ റൂട്ട് എക്സ്. റൂട്ട് എക്സിന്റെ ഫോർമുല എക്സ് റൈസ് ടു 3/2 ബൈ എന്താണ്? 3/2 പ്ലസ് 4 കോൺസ്റ്റന്റ് മാറ്റി വെച്ചു. വാട്ട് ഈസ് ഇന്റഗ്രൽ 1 ബൈ റൂട്ട് എക്സ്. ഫോർമുല എഴുതി തന്നിട്ടുണ്ട്. 4 കോൺസ്റ്റന്റ് മാറ്റി വെച്ചു. ഇന്റഗ്രൽ 1 ബൈ റൂട്ട് എക്സ്. ഇന്റഗ്രൽ 1 ബൈ റൂട്ട് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 റൂട്ട് എക്സ്. അപ്പൊ എന്താണ്? ഇൻറ്റു 2 റൂട്ട് എക്സ് പ്ലസ് എന്ത് വരും? സി എന്ന് വരും. 4 കോൺസ്റ്റന്റ് മാറ്റി വെച്ചു. ഇന്റഗ്രൽ 1 ബൈ റൂട്ട് എക്സ് ദാറ്റ് ഈസ് എന്താണ്? 2 റൂട്ട് എക്സ് പ്ലസ് സി. ഇനി വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്തിക്കോളൂ. 2 ഇൻറ്റു എക്സ് റൈസ് ടു 7/2 ബൈ 7 പ്ലസ് എന്താണ്? ഈ 2 മേളിൽ പോകുമ്പോൾ 6 എക്സ് റൈസ് ടു 3/2 ബൈ 3. വീണ്ടും 3 3 ക്യാൻസൽ ചെയ്യാം. പിന്നെ എന്താണ്? 2 മാത്രം മേളിൽ എഴുതിയാൽ മതി. പ്ലസ് 2 ഇൻറ്റു എക്സ് റൈസ് ടു 3/2 പ്ലസ് 8 റൂട്ട് എക്സ് പ്ലസ് സി എന്ന് സിംപ്ലിഫൈ ചെയ്ത് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ. Question, important question, higher secondary question. Find integral x cube minus x square plus x minus 1 whole divided by x minus 1 dx. ഒരു വ്യത്യസ്തമായ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ടേം എക്സ് ക്യൂബ് ബൈ എക്സ് മൈനസ് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ എക്സ് മൈനസ് 1 പ്ലസ് എക്സ് ബൈ എക്സ് മൈനസ് 1 മൈനസ് 1 ബൈ എക്സ് മൈനസ് 1 എന്ന് എഴുതിയാൽ ഈസി ആയിട്ട് ഇന്റഗ്രേഷൻ പോസിബിൾ അല്ല. പകരം ഒന്ന് ചിന്തിച്ചാൽ മതി, ആൻസറിലേക്ക് എത്താൻ സാധിക്കും. നോക്കിക്കോ. ഇന്റഗ്രൽ ന്യൂമറേറ്ററിലെ ആദ്യത്തെ 2 ടേം എടുക്കുക. എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ. രണ്ടിലും കോമൺ ആയിട്ട് എക്സ് സ്ക്വയർ ഉണ്ട്, അത് ഔട്ട്സൈഡ് എടുത്തു. എക്സ് ക്യൂബിൽ നിന്ന് എക്സ് സ്ക്വയർ ഔട്ട്സൈഡ് എടുത്താൽ പിന്നെ എന്താണ്? എക്സ് മൈനസ് എക്സ് സ്ക്വയറിന് പുറത്തെടുത്താൽ പിന്നെ അവിടെ എന്തേ ഉള്ളൂ? 1. ആദ്യത്തെ 2 ടേമിൽ നിന്ന് എക്സ് സ്ക്വയർ കോമൺ ആയിട്ട് എടുത്തു. പ്ലസ് ലാസ്റ്റ് 2 ടേം എന്താണ്? എക്സ് മൈനസ് 1. അത് അതുപോലെ ചുമ്മാ ഒരു ബ്രാക്കറ്റ് കൊടുത്തു. എന്താണ് ഞാൻ ചെയ്തത്? ന്യൂമറേറ്ററിലെ ആദ്യത്തെ 2 ടേമിൽ നിന്ന് എക്സ് സ്ക്വയർ ഔട്ട്സൈഡ് എടുത്തു. അപ്പോൾ എന്ത് കിട്ടി? എക്സ് മൈനസ് 1 പ്ലസ് ഈ ലാസ്റ്റ് ടേം ബ്രാക്കറ്റ് ഇട്ട് എഴുതി. ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 പിന്നെ എന്താ ഉള്ളത്? ഡി എക്സ്. ഇനി നമ്മൾ നേരത്തെ പോലെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് ബൈ എക്സ് മൈനസ് 1. എക്സ് മൈനസ് 1 ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 1 ബൈ എക്സ് മൈനസ് 1 എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. അതായത് ഈ ഫംഗ്ഷനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇന്റഗ്രൽ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു സിമ്പിൾ ഇന്റഗ്രേഷൻ. എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ പവർ ഒന്ന് കൂട്ടുക. എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് 1ന്റെ ഇന്റഗ്രൽ എന്താണ്? എക്സ് പ്ലസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് സി. പല സ്റ്റെപ്പ് കൂടിയിട്ടായിരുന്നു. ഈ എക്സ് മൈനസ് 1 കൊണ്ട് ഈ ടേമിനെയും ഡിവൈഡ് ചെയ്യണം. ഈ ടേമിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് മൈനസ് 1 ക്യാൻസൽ ചെയ്താൽ എക്സ് സ്ക്വയർ മാത്രം പ്ലസ് അതുപോലെ എഴുതി എക്സ് മൈനസ് 1 ബൈ എക്സ് മൈനസ് 1 ദാറ്റ് ഈസ് 1. In a simple integration. Next question, another important question. Find integral 2 minus 3 sin x by cos square x. നേരത്തേതുപോലെ സ്പ്ലിറ്റ് ചെയ്യുക. 2 by denominator എന്താണ്? cos square x minus 3 sin x by എന്താണ്? cos square x. ഈ സ്റ്റെപ്പിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. dx is equal to integral 2 into 1 by cos square x. Trigonometry formula 1 by cos x sec x. അപ്പോൾ 1 by cos square എന്തായിരിക്കും? sec square x minus 3 അതുപോലെ എഴുതി. ഇത് sin x by cos square. അതിനെ എങ്ങനെ എഴുതാം? sin x by cos x into cos x എന്ന് എഴുതിക്കൂടെ?
സൈൻ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സിനെ എങ്ങനെ എഴുതാമല്ലോ? ഈ സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്താണ്? ടാൻ എക്സ്. സൈൻ എക്സ് ബൈ കോസ് എക്സ് ടാൻ എക്സ് ഇൻറ്റു 1 ബൈ കോസ് എക്സ്. 1 ബൈ കോസ് എക്സ് എന്താണ്? സീക് എക്സ്. പിന്നെ എന്താണ്? ഔട്ട്സൈഡ് ഡി എക്സ്. സിമ്പിൾ ട്രിഗണോമെട്രി ഫോർമുല 2 അതുപോലെ എഴുതി 1 ബൈ കോസ് സ്ക്വയർ ദാറ്റ് ഈസ് സി സ്ക്വയർ മൈനസ് 3 അതുപോലെ എഴുതി സൈൻ ബൈ ഒരു കോസ് എടുക്കുമ്പോൾ ടാൻ എക്സ് പിന്നെ 1 ബൈ കോസ് ദാറ്റ് ഈസ് സീക് എക്സ്. ഡയറക്റ്റ് ഫോർമുല. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്റഗ്രൽ 2 സി സ്ക്വയർ എക്സ്. 2 കോൺസ്റ്റന്റ് മാറ്റി വെച്ചു. എന്താണ് ഇന്റഗ്രൽ സി സ്ക്വയർ എക്സ്? ആരുടെ ഡെറിവേറ്റീവ് ആണ് സി സ്ക്വയർ എക്സ്? ടാൻ എക്സിന്റെ. അല്ലെങ്കിൽ ഫോർമുല അറിയണം. ഇന്റഗ്രൽ സി സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് മൈനസ് 3 കോൺസ്റ്റന്റ് മാറ്റി വെച്ചു. വാട്ട് ഈസ് ഇന്റഗ്രൽ സീക് എക്സ് ടാൻ എക്സ്? ഇന്റഗ്രൽ സീക് എക്സ് ടാൻ എക്സ് ഫോർമുല സീക് എക്സ് പ്ലസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് സി. ചെറിയ ട്രിഗണോമെട്രി ഫോർമുല അറിയണം, ഒപ്പം ഇന്റഗ്രേഷന്റെ ഫോർമുലയും അറിയണം. ഫൈൻഡ് ഇന്റഗ്രൽ സീക് എക്സ് ഇൻറ്റു സീക് എക്സ് പ്ലസ് ടാൻ എക്സ് ഡി എക്സ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും. സീക് എക്സ് ഇൻറ്റു സീക് എക്സ് എന്താണ്? സീക് സ്ക്വയർ എക്സ് പ്ലസ് അടുത്ത സീക് എക്സ് ടാൻ എക്സ് ദെൻ എന്താണ്? ഡി എക്സ്. ഇനി 1 ബൈ 1 ആയിട്ട് ഇന്റഗ്രേഷൻ ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്റഗ്രൽ സീക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്താണ് ഫോർമുല? ടാൻ എക്സ് പ്ലസ് ഇന്റഗ്രൽ സീക് എക്സ് ടാൻ എക്സ് ദാറ്റ് ഈസ് എന്താണ്? സീക് എക്സ്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞത് തന്നെയാണ്. പ്ലസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് എന്താണ്? സി. ഇതുപോലെ നേരത്തെ ഞാനൊരു പ്രോബ്ലം ചെയ്തു, അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു പ്രോബ്ലം ഉണ്ട്, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഫൈൻഡ് ഇന്റഗ്രൽ 1 മൈനസ് സൈൻ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാം, അതുകൊണ്ടാണ് ഞാനത് ഓടിച്ച് പറയാം. എന്താണ്? ഫൈൻഡ് ഇന്റഗ്രൽ 1 മൈനസ് സൈൻ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ 1 ബൈ കോസ് സ്ക്വയർ. 1 ബൈ കോസ് സ്ക്വയർ നേരത്തെ പറഞ്ഞു എന്താണ്? സീക് സ്ക്വയർ എക്സ് മൈനസ് സൈൻ എക്സ് ബൈ കോസ് സ്ക്വയർ. അപ്പൊ സൈൻ എക്സ് ബൈ കോസ് എടുക്കുമ്പോൾ ടാൻ എക്സ് ഇൻറ്റു പിന്നെ വീണ്ടും എന്താണ്? 1 ബൈ കോസ്. അത് മേളിൽ പോകുമ്പോൾ സീക് എക്സ്. കഴിഞ്ഞ പ്രോബ്ലം പോലെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഈക്വൽ ടു ഇന്റഗ്രൽ സി സ്ക്വയർ എക്സ് എന്താണ്? ടാൻ എക്സ് മൈനസ് അടുത്തെന്താണ്? ഇന്റഗ്രൽ സീക് എക്സ് ടാൻ എക്സ് ദാറ്റ് ഈസ് സീക് എക്സ് പ്ലസ് സി. പലപ്പോഴും ഈ പ്രോബ്ലം ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഒന്നുകൂടെ ഞാനത് ചെയ്തത്. 1 മോർ ക്വസ്റ്റ്യൻ. ഇതുവരെ ഫൈൻഡ് ഇന്റഗ്രൽ അങ്ങനെ പറഞ്ഞാണ് നമ്മൾ ചെയ്തത് അല്ലേ? എക്സാമിനേഷൻ ഇങ്ങനെയും ചോദിക്കാറുണ്ട്. ഫൈൻഡ് ആന്റി ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് പ്ലസ് 1 ബൈ റൂട്ട് എക്സ്. ഇതുവരെ ഫൈൻഡ് ഇന്റഗ്രൽ 1 മൈനസ് സൈൻ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് അല്ലെങ്കിൽ ഫൈൻഡ് ഇന്റഗ്രൽ അങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ. ഇവിടെ എന്താണ്? ഫൈൻഡ് ആന്റി ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് പ്ലസ് 1 ബൈ റൂട്ട് എക്സ്. ആന്റി ഡെറിവേറ്റീവ് മീൻസ് എന്താണ്? ഇന്റഗ്രൽ എന്ന് തന്നെയാണ്. ദാറ്റ് മീൻസ് വി ഹാവ് ടു ഫൈൻഡ് ഇന്റഗ്രൽ ഓഫ് ദിസ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എന്താണ്? എക്സ് ഡി എക്സ്. അപ്പൊ ഫൈൻഡ് ആന്റി ഡെറിവേറ്റീവ് എന്ന് ചോദിച്ചാൽ എന്തിനാണ് ചെയ്യേണ്ടത്? ഇന്റഗ്രൽ തന്നെയാണ് കാണേണ്ടത്. ഈക്വൽ ടു ഡയറക്റ്റ് ഫോർമുല. റൂട്ട് എക്സിന്റെ ഇന്റഗ്രൽ നിങ്ങൾക്കറിയാം. എക്സ് റൈസ് ടു 3/2 ബൈ 3/2 പ്ലസ് വാട്ട് ഈസ് ഇന്റഗ്രൽ 1 ബൈ റൂട്ട് എക്സ്. ഫോർമുല വീണ്ടും 2 റൂട്ട് എക്സ് പ്ലസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് സി. ഫുൾ ഫോർമുല. ക്വസ്റ്റ്യൻ വ്യത്യസ്തമായ ഒരു പ്രോബ്ലം. ഇഫ് d by dx of f of x equal to 4x cube minus 3 by x raised to 4 such that f of 2 equal to 0, then find f of x. എന്താണ് തന്നിട്ടുള്ളത്? ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. നമുക്ക് ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കാണണം. അപ്പൊ ഇതാണ് തന്നിട്ടുള്ള ഇക്വേഷൻ. രണ്ട് സൈഡ് ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ ലെഫ്റ്റ് സൈഡ് എന്തൊരു ഇന്റഗ്രൽ d by dx of f of x equal to റൈറ്റ് ഹാൻഡ് സൈഡ് ഇന്റഗ്രൽ അപ്ലൈ ചെയ്യുന്നു. 4x ക്യൂബ് മൈനസ് 3 by x raised to 4 dx. എന്താണ് ഗിവൺ ഇക്വേഷൻ? ഇതാണ്. രണ്ട് സൈഡ് ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡ് ഇന്റഗ്രേഷൻ ചെയ്തു, റൈറ്റ് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്തു. ലെഫ്റ്റ് സൈഡ് എന്ത് കിട്ടും? ഇന്റഗ്രേഷൻ ഈസ് ദ ഇൻവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ. ഇത് എലിമിനേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇവനെ ഇന്റഗ്രേഷൻ ചെയ്യണം. ദാറ്റ് ഈസ് വെരി സിമ്പിൾ. ഇന്റഗ്രൽ ഓഫ് 4x ക്യൂബ്. ഈ 4x ക്യൂബിന്റെ ഇന്റഗ്രൽ 4 കോൺസ്റ്റന്റ് മാറ്റി വെച്ചു. x ക്യൂബിന്റെ ഇന്റഗ്രൽ പവർ ഒന്ന് കൂട്ടണം. x റൈസ് ടു 4 ബൈ എന്താണ് 4 മൈനസ് 3 കോൺസ്റ്റന്റ് മാറ്റി വെച്ചു. 1 ബൈ x റൈസ് ടു 4 ന്റെ ഇന്റഗ്രൽ 1 ബൈ x റൈസ് ടു 4. 1 ബൈ x റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ x റൈസ് ടു മൈനസ് 4 എന്ന് എഴുതാം. സിംപ്ലിഫിക്കേഷൻ. 1 ബൈ x റൈസ് ടു n എങ്ങനെ എഴുതാം? x റൈസ് ടു മൈനസ് n.
അപ്പൊ 1/x⁴ x⁻⁴ എന്ന് എഴുതാം. ഇനി ഇവന്റെ ഇന്റഗ്രൽ കണ്ടാ പോരെ, x⁻⁴ ഇന്റഗ്രൽ x⁻⁴ പവർ ഒന്ന് കൂട്ടണം -4 + 1 എന്ത് കിട്ടും -3 ഡിവൈഡഡ് ബൈ എന്താണ് -3. അതേ കോൺസ്റ്റന്റ് ഡിവൈഡ് ചെയ്യണ്ടേ, ഇവിടെ കിട്ടിയായിരുന്നോ? -3 കോൺസ്റ്റന്റ് മാറ്റി വെച്ചു. 1/x⁴ ഇന്റഗ്രേഷൻ ചെയ്യണം. 1/x⁴ എങ്ങനെ എഴുതാം? x⁻⁴. ഇനി അവന്റെ ഇന്റഗ്രൽ ദാറ്റ് ഈസ് പവർ ഒന്ന് ആഡ് ചെയ്യുക, -4 + 1 ദാറ്റ് ഈസ് x⁻³ ബൈ -3 പ്ലസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് c. അത് മറക്കരുത്. ആഫ്റ്റർ ഇന്റഗ്രേഷൻ വി ഹാവ് ടു ആഡ് എ കോൺസ്റ്റന്റ് ദാറ്റ് ഈസ് f(x) = 4 ക്യാൻസൽ ചെയ്താൽ x⁻⁴, 3 ക്യാൻസൽ ചെയ്തു, മൈനസും പ്ലസ്. അടുത്ത എന്താണ് x⁻³ അതിനെ എനിക്ക് എങ്ങനെ എഴുതാം? 1/x³. തിരിച്ചു എഴുതി കൂടെ, x⁻⁴ നെ 1/x⁴ എന്ന് എഴുതാം. അതുപോലെ x⁻³ 1/x³ പ്ലസ് c എന്ന് എഴുതി, വിച്ച് ഈസ് f(x) കിട്ടിക്കഴിഞ്ഞു. പക്ഷേ ഈ സിയുടെ വാല്യൂ കാണാൻ വേണ്ടി ക്വസ്റ്റ്യനിൽ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഗിവൺ എന്താണ് തന്നിരിക്കുന്നത്? f(2) = 0. f(2) എന്താണ്? 0. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ f(2) വാല്യൂ കാണണ്ടേ? f(x) ഇതാണ്. ഇതിൽ എന്ത് ചെയ്താൽ മതി? റൈറ്റ് ഹാൻഡ് സൈഡ് x ന് 2 കൊടുത്താൽ എന്ത് കിട്ടും? f(2). പറഞ്ഞോ, 2⁻⁴ that is 16 പ്ലസ് 1/2³ that is എന്താണ്? 8 പ്ലസ് c = 0. f(2) എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനിൽ x ന് 2 കൊടുത്തു, അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന സ്റ്റെപ്പ്. = ഈ c അതുപോലെ എഴുതി. c = ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുക. 8 അല്ലെങ്കിൽ അപ്പുറത്ത് കൊണ്ടുപോട്ടെ, വേണ്ട ഇവിടെ വെച്ച് തന്നെ ചെയ്യാം. പറഞ്ഞോ, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 8 × 16 80 48 128 പ്ലസ് 129/8 പ്ലസ് c = 0. ദാറ്റ് ഈസ് c = ഇത് റൈറ്റ് ഹാൻഡ് സൈഡിൽ പോകുമ്പോൾ -129 ബൈ എന്ത് കിട്ടും? 8 എന്ന് കിട്ടും അല്ലെ? ഈ ടേം റൈറ്റ് ഹാൻഡ് സൈഡിൽ പോകുമ്പോൾ -129/8. ഈ വാല്യൂ എടുത്ത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇക്വേഷൻ നമ്പർ 1ൽ. സോ 1 implies f(x) = നമുക്ക് f(x) അല്ലേ കാണണ്ടേ? ഫൈൻഡ് f(x). ഇവിടെ കൊണ്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. x⁻⁴ പ്ലസ് 1/x³ പ്ലസ് c. c യുടെ വാല്യൂ എന്താണ്? -129/8. -129/8 ശരിയല്ലേ? അതല്ലേ ആ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ഇക്വേഷൻ നമ്പർ 1ൽ സിയുടെ പ്ലേസിൽ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സ്മോൾ f(x). ഇത്തരം പ്രോബ്ലംസും എക്സാമിനേഷന് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ ഇത്രയുമാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ടൈപ്പ് 1 ഇന്റഗ്രേഷൻ, അതായത് ഡയറക്റ്റ് ഫോർമുല യൂസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ക്ലാസ്സിൽ വ്യത്യസ്തമായ മെത്തേഡ്സ് ഓഫ് ഇന്റഗ്രേഷനുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.